വെൽക്കം ബാക്ക് ടു റിയസ് യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ക്വാളിറ്റിയിൽ നിന്ന് ഈ ഒരു ക്വാളിറ്റിയിലോട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫുഡിനെ ചേഞ്ച് ചെയ്തതെന്നുള്ളതാണ് കേട്ടോ. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യണം. അറിയാമല്ലോ, ഹോസ്റ്റലാണ്, പിന്നെ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാണ് എടുക്കുന്നത്. ഈ പ്രാവശ്യം വീട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാണ് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു 2 പ്രൊഡക്റ്റുകളാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ എൻഗേജ്മെൻറ്റ് ടൈം ആയ സമയത്ത് കേട്ടോ കാല് അത്രമാത്രം ശ്രദ്ധിച്ചു തുടങ്ങിയത്. മറ്റേ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു പെഡിക്യൂർ ചെയ്യുമെങ്കിലും റെഗുലറായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നും കാലിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രീമുകൾ ഇടാറുണ്ട്. ബട്ട് എന്താ പറയുക, നമ്മുടെ കാലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടോ സത്യത്തിൽ. പല ആൾക്കാരും ഒരു വ്യക്തിയുടെ കാല് കണ്ടാൽ അറിയാം, അവരുടെ നീറ്റ്നെസ് എങ്ങനെയുണ്ടെന്ന് കാല് കണ്ടാൽ അറിയാമെന്നൊക്കെ പറയാറുണ്ട്. സോ ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് എൻ്റെ കാലിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനൊരു 2-3 പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഈ ഒരു ക്രീമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ എനിക്ക് അത്യാവശ്യം വ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റ് ലിങ്ക് ചോദിച്ചു കേട്ടോ. ഇത് നമ്മുടെ വാസലിൻ്റെ ഒരു ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസലിൻ്റെ ഒരു ബോഡി ലോഷനാണ് ഇത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ബോഡിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ലോഷൻ തേച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇതങ്ങനെയല്ല, ഇത് നമ്മുടെ നല്ലോണം മോയ്സ്ചർ ആക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഈ ക്രീം ഇട്ടതേ നമുക്കറിയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് മേടിച്ചിട്ട് കുറേ ആയി. ഇതിന് ഇത്രയും കൂടെ ഉള്ളൂ, തീർന്നു പോയി. ഞാൻ ഈ ഒരു സെയിം സാധനം തന്നെ കുറേ തപ്പി, പക്ഷേ കിട്ടിയില്ല കേട്ടോ. ഇതിപ്പോൾ 400 ml വരുന്നത്, അതുകൊണ്ട് എനിക്കിത് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. സോ തീർന്നു. ഇത് ഞാൻ കുറേ നോക്കുന്നുണ്ട്, കിട്ടുവാണെങ്കിൽ ഇത് തന്നെ സ്റ്റിൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യട്ടെ. ഗൾഫിനൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടും. ഇത് ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ ഒരു ഷോപ്പുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് മേടിച്ചാണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇത് ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടും. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്താ ഈ ഒരു ബ്രഷാണ് കേട്ടോ, ഈ ഒരു പെഡിക്യൂർ ബ്രഷ്. ഇതിപ്പോൾ ഒരു സൈഡിൽ അതിൻ്റെ ബ്രഷും ഒരു സൈഡിൽ ഇതിൻ്റെ ആ ഒരു ഉരയ്ക്കണ സാധനമാണ് വരുന്നത്. ഇതിനെന്താ പേരെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. അപ്പം ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എപ്പോഴും വാഷ്റൂമിൽ അത് വെക്കുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ കുളിക്കുന്ന സമയത്ത് എനിക്ക് ഡെഡായിട്ടുള്ള ടിഷ്യൂസ് നമ്മുടെ കാലിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാനിത് ഉരച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ കാലങ്ങനെ മുറിയത്തൊന്നുമില്ല, എന്നാൽ ഡെഡായിട്ടുള്ള ടിഷ്യൂസ് വേഗം തന്നെ റിമൂവ് ആയി പോവുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് നല്ലോണം തന്നെ വാഷ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറേ കാലം യൂസ് ചെയ്യാം. മറ്റേ ബ്രഷ് ഇത് അധികം സൈസും ഇല്ല കണ്ടോ, ചെറിയ ബ്രഷാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇത് ബിലോ ഒരു 100 rupees വരുന്നുള്ളൂ. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, നിങ്ങൾക്ക് മസ്റ്റായിട്ട് മേടിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലോണം തന്നെ നിങ്ങളുടെ കാലിൽ ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസിനെ റിമൂവ് ചെയ്യാൻ ഈ ഒരു ബ്രഷ് ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സിലിക്കോൺ സോക്സ് ആണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും എൻ്റെ കാലിൻ്റെ ആ ഒരു പഴയ കണ്ടീഷൻ മാറ്റിയിട്ട് കാലൊന്ന് നീറ്റാക്കി മോയ്സ്ചർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരെണ്ണം. ഇതല്ലാണ്ട് വേറൊരു സിലിക്കോൺ ഇപ്പോൾ മീഷോയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഇതിപ്പോൾ കറക്റ്റ് സിലിക്കോൺ മാത്രം, അതിനകത്ത് സിലിക്കോൺ മാത്രമല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഇത് കുറച്ചൊന്ന് ടൈറ്റായിട്ടിരിക്കുവേ. നമുക്ക് കുറേ നേരമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസ്കൗണ്ട് തോന്നിയെങ്കിൽ മാക്സിമം 2 hours ഒക്കെ നമുക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 hours കൂടുതലൊക്കെ ഓവർനൈറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. പക്ഷേ ഇത് അത്ര ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മറ്റേ ഒരു സോക്സ് ആകുമ്പോൾ അത്ര ഇറിറ്റേഷൻ ഇല്ല. ഇത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതും അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇതിന് മേടിച്ചിട്ട് 2-3 പേരൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. സ്റ്റിൽ ഇതിന് ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ, നല്ലോണം തന്നെ ഇത് വലിയുന്നുമുണ്ട്. ഇതത് പക്ഷേ നമ്മുടെ ഒരു ഹൈജീൻ്റെ ഭാഗമായിട്ട് നിങ്ങളിത് യൂസ് ചെയ്ത് അപ്പം തന്നെ കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെക്കുക കേട്ടോ. അതിനുശേഷം പിറ്റേത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനൊക്കെ ആവും. അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കി നീറ്റാക്കി തന്നെ വെക്കുക. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൊട്ടാറിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഇതൊരു മോയ്സ്ചറൈസിങ് ഒരു ഫാക്ടേഴ്സൊക്കെ വരുന്ന ഒരു ക്രീമാണ്. ഇത് ഫിസിഷ്യൻസിൻ്റെ ഓർഡറിലൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാണ്ടും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒന്നാണ്. അലർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ആക്കുക കേട്ടോ. ഇത് ആഴ്ചയിലല്ല, ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി 2 തവണ അല്ലെങ്കിൽ 3 തവണ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് രാത്രി കിടക്കുന്നതിന് മുന്നൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ കാലിൽ വിണ്ട് കീറി, അതായത് ക്രാക്കഡ് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാട്ടോ. നല്ല സ്മെല്ലാണ്, നല്ലൊരു മണമാണ് ഈ ഒരു ക്രീമിന് ഉണ്ടാകുന്നത്. പിന്നെ അതിനൊരു പുറമേ ഒരു
ചെറിയൊരു അടപ്പും കൂടെ വരുന്നുണ്ട്. അത് തുറന്നിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കേണ്ടത്. കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, പക്ഷെ ഒന്ന് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാല് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ബോട്ടിലൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. വലിയ റേറ്റ് ഇല്ല. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ദെൻ നമ്മുടെ ഏതൊരു ഫാർമസിയിൽ, അതായത് മെഡിക്കൽ സ്റ്റോറുകളിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു 150 ഉള്ളിലേ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഞാനിത് എത്രയാണ് 130 സംതിങ് രൂപയ്ക്കാണ് മേടിച്ചിട്ടുണ്ടായത്. പക്ഷെ നമുക്ക് ഓൺലൈനിൽ ഇത് ആമസോണിലൊക്കെ 145 റുപ്പീസിനാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കുട്ടികളുടെ അടുത്തുനിന്ന് മാറ്റി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്, അലർജിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഫിസിഷ്യൻസിൻ്റെ ഓർഡർ മാത്രം യൂസ് ആക്കിയാൽ മതി. അല്ലാണ്ട് നിങ്ങൾ യൂസ് ആക്കണ്ട കേട്ടോ. ചില ഫിസിഷ്യൻസും ഡോക്ടേഴ്സ് അടക്കം ഡെർമറ്റോളജിസ്റ്റ് അടക്കം അഡ്വൈസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഈ ഒരു ക്രീം കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ കാലിന്, ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് കേട്ടോ കാല് അത്രയും ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയത്. കാരണം എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു ചില ചെരുപ്പുകളൊക്കെ ഇടുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കാലിരിക്കണമെങ്കിൽ നമ്മളൊരു പ്രത്യേകം കുറച്ച് സമയം കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി അപ്ലൈ ചെയ്യുന്ന പോലെ വേഗം അപ്ലൈ ചെയ്ത് പോകില്ല. ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലൊരു മസാജും കൂടെ കൊടുക്കുകയാണെങ്കിൽ കാല് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഉണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊന്നും, ഞാൻ AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 9 to 6, അതായത് ഒരു 9 മണിക്കൂറോളം ഞാൻ എപ്പോഴും AC തന്നെയായിരിക്കും. സോ അപ്പോൾ എനിക്ക് എൻ്റെ യൂഷ്വലി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ബോഡിയാണ്, സ്കിന്നാണ് എൻ്റെ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാല് നല്ലോണം തന്നെ ഈ ഇങ്ങനെ വിണ്ട് കീറണ പോലെ വരും. അപ്പോൾ അങ്ങനെയല്ല, ഞാനത് അത്രയും മാറ്റിയെടുത്തതെല്ലാം ഈ ക്രീംസും ഇതൊക്കെ കൂടെ യൂസ് ചെയ്തിട്ടാണ്, ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ചേഞ്ചസ് വന്നത്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഒരുമാതിരി ഭയങ്കര ഹാർഡായിട്ട് ഉരയ്ക്കരുത്, കാലിൽ സ്ക്രാച്ചസ് വീഴും. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് മാത്രം ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഇവിടെ കുറച്ചൊരു തരം ഹാർഡാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര പെയിനോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല കേട്ടോ. ഓക്കെ, ഈ ഒരു ബ്രഷ് നിങ്ങൾക്ക് നിങ്ങളുടെ നെയിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു സംഭവത്തിന് എന്താ പേരെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല കേട്ടോ. സോ ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ എൻ്റെ കാലിൻ്റെ സ്പെഷ്യൽ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും